वो अमन वो चमन का नजारा അന്ന് എനിക്ക് അന്ന് മനസ്സിൽ തോന്നുകയാണ് പാടി का नजारा ओ खुदाया लौटा दे कश्मीर दोबारा. നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ സ്റ്റേജിൽ മാത്രം, അല്ലാണ്ട് നോർമലി പുറത്തുനിന്നും പോകുമ്പോ എല്ലാരും ഇപ്പൊ ഇതാ ഇവിടെ ബ്ലഷും ഇവിടെ കുറച്ച് ഫൗണ്ടേഷനൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ബേബി പൗഡർ ഇടും, ലിപ്സ്റ്റിക്കോ ഇല്ല ഫൗണ്ടേഷൻ ഇടൂല, ലിപ്സ്റ്റിക്കും ഫൗണ്ടേഷൻ. ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ തൃപ്തിയായില്ലടാ. ഞാനിവിടെ ഒരു പാടിയതൊന്നും ഹിറ്റ് ആയിട്ടില്ല. നമുക്ക് വീണ്ടും അത് പാടണം. നീ വന്നപ്പോഴാണ് ഇതൊന്ന് ഓർമ്മ. അവർക്ക് നല്ല ഓർമ്മ. തല മറ്റേ മുറിഞ്ഞത് കണ്ടിട്ടില്ല. എനിക്ക് ദേശത്തെ വഴിയറിയില്ല. പണ്ട് ഫ്ലൈറ്റ് കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഫ്ലൈറ്റ് കാണാൻ പോകുമ്പോൾ ഇവരാണ് നമ്മൾ അകത്ത് കയറ്റിട്ട് ദൂരത്ത് കാണിച്ചിട്ടുണ്ട്. അതാണ് സന്തോഷമായി. കല്യാണ കച്ചേരി പാടാമിടി കച്ചേരി കാലാനും പോരുന്നോടി ഓരുമ്പൂക്കുമ്പത്താടുന്നോടി അമ്പാട്ടെ തമ്പാട്ടെ കുഞ്ഞാങ്കിളി വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാഴിൽ നിറയെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരി കാലാനും പോരുന്നോടി. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദൻ. ഇന്നത്തെ ഇന്റർവ്യൂ, ഇന്നത്തെ ഈ ഷോ എൻ്റെ ഒരു സ്പെഷ്യൽ ഷോയാണ്. കാരണം ഒരുപാട് ആഗ്രഹിച്ച ഒരു മൊമെൻ്റാണത്. കാരണം വേറെ ഒന്നുമല്ല, ഒരു നാട് മൊത്തം നെഞ്ചിലേറ്റിയ ഒരു കലാകാരൻ, അല്ലെങ്കിൽ എന്താ പറയുക, മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ, നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ സ്വന്തം കണ്ണൂർ സലീമിക്കയുടെ വീട്ടിലെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ അതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്നതാ 4 മക്കള് ഇതാ എൻ്റെ മുമ്പിലുണ്ട്. അപ്പോൾ ഇന്ന് ഇവരായിട്ടാണ് നമ്മളിന്ന് ചില്ല് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, വെൽക്കം ടു അവർ ഷോ. സജില സലീം, സലീൽ സലീം. ഞാൻ അവിടെ ഇവിടെ എത്ര വരെ പഠിച്ചോണ്ടിരിക്കുന്നത്, മാറിപ്പോണ്. എല്ലാവർക്കും പ്രശ്നമാണ്. ഇത് പേര് ഇത് വിളിക്കുമ്പോ നിങ്ങളെ 4 പേര് ഓടിച്ചല്ലോ. പക്ഷെ വീട്ടിൽ നിന്ന് മാറിപ്പോവില്ല. വീട്ടിൽ നിന്ന് ഇവർക്ക് രണ്ടാൾക്ക് ചെല്ലപ്പേരുണ്ട്. എന്താ ചെല്ലപ്പേരെന്താ? ചേച്ചി, ചെല്ലി. പിന്നെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഒരു ചെല്ലപ്പേര് പോലും കിട്ടാത്ത ഇത്രയും പാവപ്പെട്ടവര്. ആരായിരുന്നു ചെറുപ്പത്തിലെ എല്ലാവരുടെയും പൊന്നോമന പുത്രൻ അല്ലെങ്കിൽ പുത്രി? ആരായിരുന്നു ഇതില്? ആണല്ലേ? ലാസ്റ്റ് ഒന്നും ആരായിരുന്നു? എന്തായാലേ അതെ, വാതിലടച്ചിട്ടാണ്. എനിക്കിവിടെ പോകാൻ പറ്റൂലല്ലോ. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി, ലുക്ക് വൈസ് കാണുമ്പോ ഇവള് കുറച്ച് എനിക്കൊന്നും കാണാൻ പറ്റണല്ല. ഈ ലൈറ്റൊക്കെ അടിച്ചിട്ട് എനിക്ക് ഒന്നും കാണാൻ പറ്റില്ല. എനിക്ക് എല്ലാവരും ഒരേപോലെ ഇരിക്കുന്നത്. എന്നെ പെടുത്താനുള്ള പരിപാടിയായിരുന്നല്ലേ. അപ്പൊ എന്തായാലും ഒന്നും കൂടി വെൽക്കം ടു അവർ ഷോ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്ന് എല്ലാവരും പല പല തിരക്കിലാണ്. കുറച്ച് നേരമാണ് നമ്മുടെ മുമ്പിലുള്ളൂ. എന്താണ്, എങ്ങനെ പോകുന്നു? നമ്മുടെ മ്യൂസിക്കൽ ജേർണി ആണെങ്കിൽ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ 4 പേരും ഒന്നിച്ചിട്ടാണ് ഇപ്പൊ മ്യൂസിക് കൂടുതലും ഷോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹാപ്പിയാണ്. പുതിയ പുതിയ പ്രൊജക്ടുകളൊക്കെ നമ്മൾ ഓണാക്കാൻ വേണ്ടി പോവാണ്. പുതിയ സോങ്സും പുതിയ വർക്കുകളൊക്കെ പുതിയ രീതിയിൽ പ്രസന്റ് ചെയ്യണമെന്നുള്ള ചെറിയൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ 4 പേരും. ശരി, ഞാനേ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങോട്ട് വരുമ്പോൾ
ഇദ്ദേഹത്തിന് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. പല ഇന്റർവ്യൂയിലും ഇദ്ദേഹം മിസ്സിംഗ് ആണ്. മാത്രല്ല നമ്മുടെ ഷോസിലും എല്ലാത്തിലും സലീമിനെ വീട്ടിലെ മിസ്സിംഗ് ആണ്. എവിടെ പോവാ സത്യം പറ? ഞാൻ പ്രോഗ്രാമിൽ ഞാൻ എത്തുമ്പോഴേ ഒരു 5 മണിയാവും പുലർച്ചെ. അത് കഴിഞ്ഞ് രാവിലെ എണീറ്റ് പിന്നെയും പ്രോഗ്രാം. പ്രോഗ്രാമാണ്. ആളെ കാണാറില്ല. 7 ഓൺ ആയിരിക്കുന്ന ഒരാൾ. ആണോ? അടിപൊളി. മക്കൾ പറയും ഇന്ന് എന്തെങ്കിലും ക്യാൻസൽ ആയിക്കൂടെ കാണണമെങ്കിൽ സ്റ്റേജിൽ വരാൻ. നമ്മളെ ഒരു 16 വർഷം മുമ്പ് റിയാലിറ്റി ഷോയില് ഒരു എന്താ പറയുക, ഇദ്ദേഹം ആ സ്റ്റേജ് വിട്ട് പോകുന്നൊരു മൊമെന്റിൽ ആ ഉദാസെ പാടിയൊരു സമയത്ത്, നമ്മളൊക്കെ ചെറുപ്പമായിരിക്കുന്ന സമയം, അന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇവിടുത്തെ, അതായത് നമ്മുടെ സലീമിക്കയുടെ മോനാണെന്നൊക്കെ കണക്ട് ചെയ്ത് ഇത്. കാരണം ഞാൻ എനിക്ക് തോന്നുന്നു വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ ആ പ്രോഗ്രാം. പക്ഷെ ഞാൻ അന്ന് ഇരുന്ന് കണ്ടത്, ഞാൻ നോക്കുമ്പോൾ എന്റെ അമ്മ കരയുന്നു, അച്ഛൻ കരയുന്നു, അടുത്ത വീട്ടിൽ ചേച്ചിരുന്ന് മോങ്ങണു, എല്ലാവരും കരച്ചില്. റിയാലിറ്റി ഷോയില് എനിക്ക് ചിത്ര ചേച്ചി ആദ്യമായിട്ട് കരഞ്ഞു കണ്ടത് ആ റിയാലിറ്റി ഷോത്തോടെയാണ് ചേച്ചി ഇരിക്കാറ്. സെലീജിന്റെ പാട്ട് എടുത്ത് കരഞ്ഞപ്പോ എല്ലാരും എല്ലാവർക്കും അത് ഭയങ്കര അത് അന്ന് ആ പാട്ട് അന്ന് പഠിച്ചാ. അപ്പൊ ഇതിന് ശേഷം പുതിയ പാട്ടൊന്നും പഠിച്ചിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു അന്ന് എല്ലാരും പറഞ്ഞെന്തറിയാമോ, പാവോട്ടാ ഇത് ഫൈനലിൽ കിട്ടിക്കുമ്പോ ലാസ്റ്റ് പാടാൻ വെച്ച പാട്ടായിരിക്കും, പക്ഷെ അത് പാടാൻ പറ്റില്ല എന്നൊക്കെ. ഞാൻ വേണ്ട നമുക്ക് തുടക്കത്തില് ജസ്റ്റ് ആ പാട്ട് ഹമ്മിങ് ഒന്ന് ജസ്റ്റ് ഒന്ന്. ഓ खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी. खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी. वो अमन वो चमन का नज़ारा, वो अमन वो चमन का नज़ारा. ओ खुदाया लौटा दे कश्मीर दोबारा, ओ खुदाया लौटा दे कश्मीर दोबारा. ഓ അതെ, അതെ. ഒരു കാര്യമുണ്ട്, അന്ന് മനസ്സിൽ തോന്നുകയാണ് ഇത് പാടി കെട്ടിപ്പിടിക്കണം. അടിപൊളി, സൂപ്പർ സൂപ്പർ. ഞാൻ ഇന്നലെ സെലീജിനോട് പറഞ്ഞു, സെലീജ് ആ പാട്ട് നീ കവർ ചെയ്തിട്ട് ഇടണം, പ്രത്യേകിച്ച് ഇപ്പം ജമ്മു കാശ്മീരിന്റെ ഒക്കെ ഒരു വിഷയം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ നമുക്കൊരു ഡെഡിക്കേഷൻ കൊടുക്കാന്ന് പറഞ്ഞു. ഇന്ന് സെലീജിൽ നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇപ്പൊ ഇടക്കിടക്ക് ഓരോ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യും ഈ പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട്. സ്റ്റേജിൽ നിന്നല്ലാണ്ട് ഇപ്പോഴാണ് മര്യാദക്ക് അടിപൊളി, ഒന്നും പറയില്ല. അന്ന് സത്യം അന്ന് എനിക്ക് അന്ന് മനസ്സിൽ തോന്നുക ഇപ്പൊ നടന്നു ഇന്റർവ്യൂ കൂടെ ഒക്കെ നടക്കുള്ളൂ. ഈ ഇലക്ഷൻ വരുമ്പോഴേ ഓരോരുത്തരെ കഴിയാൻ പറ്റും അതേപോലെ. അപ്പൊ എന്തായാലും വളരെ വളരെ സന്തോഷം. ഇപ്പൊ എല്ലാവരും ഷോസും പരിപാടികളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണ് ഇനി ദുബായിലേക്ക് പോകുന്നത് എല്ലാവരും കൂടി? നമ്മളിപ്പോ എത്തിയിട്ടില്ലോ, ഇനി വലിയ പെരുന്നാളിനായിരിക്കും. ഇനി നമുക്ക് ഷോസ് എന്താ വെച്ചാല് നമ്മൾ കുറച്ച് ഉപ്പ പോയതിനു ശേഷം നമ്മൾ കണ്ണൂർ സലീം ഫാമിലി എന്ന് പറയുന്ന സംഭവം എല്ലാവർക്കും ഇൻഡിവിജ്വലി കുറച്ച് ഒരു ഫെയിം വന്നതുകൊണ്ട് എല്ലാരും സിംഗിൾ ആയിട്ട് ഷോസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ കുറച്ച് ആയിട്ടാണ് നമ്മൾ ഒന്നും കൂടിയും നമ്മൾ ഒന്നിച്ചിട്ടേ പോകുന്നുള്ളൊരു കോൺസെപ്റ്റിൽ എത്തിയിട്ട്. അപ്പോ ഇപ്പോ ഇൻഡിവിജ്വലി ഇപ്പോഴും ഷോസ് എല്ലാവർക്കും ഉണ്ട്, പക്ഷെ അത് ഗ്രാജുവലി നമ്മൾ എന്താ പറയാ സലീം ഫാമിലി ബാൻഡ് എന്നുള്ള രീതിയിൽ മാത്രമേ പോകും, അല്ല അങ്ങനെ വിളിക്കൂ എന്നുള്ള റിക്വസ്റ്റ് മാത്രമേ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് അങ്ങനെ വിളിക്കാറുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആരെ വിളിച്ചോണ്ട് പോവാറ് ആദ്യമൊക്കെ? സജിലാണ്. എല്ലാരും ഓക്കെ. നമ്മളിപ്പോ വേദിയിൽ പാടുമ്പോ നിങ്ങക്ക് നമ്മൾ 4 പേരും കൂടി എന്തായാലും ഇപ്പൊ സലീമിക്കയുടെ ഫാമിലി എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും ആ ഓപ്പിച്ചിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് ആ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഷോ ആയിട്ട് കാണാൻ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ കാണാറുണ്ടായിരുന്നു അഭിഷയുടെ പരിപാടികൾ, പാട്ടുകൾ സ്ഥിരം കേൾക്കാൻ. എല്ലാ സ്റ്റേജിൽ പോകുമ്പോഴും ഡാഡിന്റെ പേര് പറഞ്ഞിട്ട് എല്ലാവരും സംസാരിക്കാൻ വരും. മീൻസ് അന്ന് കണ്ണൂർ സലീമിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് എല്ലാവരും ചോദിക്കാം. ഇപ്പൊ സെജ്ലിന്ന് ചോദിക്കുന്നതിനേക്കാളും മുന്നേ സലീം ഖാന്റെ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, അന്ന് നമ്മള് കണ്ടപ്പോ ഭയങ്കര ചെറുതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സ്റ്റേജിലും ഓരോ ആൾക്കാർ. മീൻസ് ഈവൻ ഇന്നലെ വരെ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ 5 പേരും പാടിയ ഒരു സ്റ്റേജിലെ പെർഫോമൻസിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ മെമ്മറീസ് കാണുന്നവരെ ഭയങ്കര. ഇന്നലെ നിങ്ങളോടത് ലാസ്റ്റ് സ്റ്റേജിൽ നിന്ന് ഒരാൾ വന്നിട്ട് ഇന്നലെ കതിരൂർ സലീജിന്റെ വൈഫിന്റെ നാട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു നമ്മുടെ ഫാമിലി ഷോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരാൾ വന്നിട്ട് തിരക്കിനിടയിൽ വന്നിട്ട് പറഞ്ഞു പോയി, എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. സജില പണ്ട് വിളിച്ചില്ലല്ലോ ബാപ്പ വിളിച്ചില്ലല്ലോ എന്ന് പാട്ട് കേട്ടിട്ട്
ആ പാട്ടില് മോളെ മിസ് ചെയ്തിട്ട് മൂപ്പർ എന്നൊരു ടിക്കറ്റ് എടുത്തിട്ട് ഇന്നലെ വന്നിട്ട് പറഞ്ഞതാണ്. അത് കേട്ടപ്പോൾ ഞാൻ ഭയങ്കര ഷോക്കായി പോയി. ആ പാട്ടിന്റെ ഒരു ഇമ്പാക്ട്, അപ്പൊ മോളെ മിസ് ചെയ്തിട്ട് ഭയങ്കര പവറായിരുന്നു പാട്ടിന് ആ ഒരു ടൈമില്. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ അന്നൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വരാന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിൽ പോയി വരാം. ആ സമയത്ത് അങ്ങനെയല്ലല്ലോ. പോയ 1 വർഷം 2 വർഷം അങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നാട്ടിലൊക്കെ വരാൻ പറ്റാറുള്ളൂ. തീർച്ചയായിട്ടും ഈ ഒരു പാട്ടിന്റെ ഒരു പവർ കൊണ്ട് മോളെ മിസ് ചെയ്തിട്ട് വരണം എന്ന് പറയുമ്പോ ആ ഒരു പാട്ടിന്റെ തീർച്ചയായിട്ടും ആ പാട്ട് ഇപ്പൊ ഉണ്ടാക്കി വെച്ചതേ അത്രയും ജനങ്ങളിടയിൽ ഭയങ്കരമായിട്ട്. ഇതിപ്പോ അന്ന് അദ്ദേഹം നേരിട്ട് വന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഷോയിൽ കൂടി ചിലപ്പോൾ പലർക്കും അത് കണ്ടോ, ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പറയാമല്ലോ, അന്ന് ആ പാട്ട് നമുക്കൊരു നല്ലൊരു ഓക്കെ. വിളിച്ചില്ലല്ലോ ബാപ്പ, വിളിച്ചില്ലല്ലോ ഫോണ്, വിളിച്ചില്ലല്ലോ എന്റെ പുന്നാര ബാപ്പ, വിളിച്ചിടുവാൻ മോളെ കൊതിയുണ്ടല്ലോ, എന്റെ കൊതി തീർത്തിടാൻ മോളെ ദുആ ചെയ്തിടൂ. കളിച്ചതല്ലേ ബാപ്പ, ചിരിച്ചതല്ലേ, പൊട്ടിക്കരഞ്ഞും കൊണ്ടന്ന് ബാപ്പ പിരിഞ്ഞതല്ലേ. കണിയാണല്ലോ മോളെ, നിധിയാണല്ലോ, എന്റെ കഥയറിഞ്ഞ മോളെ നിധി അറിഞ്ഞു. വിളിച്ചില്ലല്ലോ ബാപ്പ, വിളിച്ചില്ലല്ലോ ഫോണ്, വിളിച്ചില്ലല്ലോ എന്റെ പുന്നാര ബാപ്പ. ഓ ബാപ്പ വിളിച്ചില്ലെങ്കിലും അതിശയം. എങ്ങനെയുണ്ട് പാട്ട്? എങ്ങനെയുണ്ട്? ചിലപ്പോ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ചിലപ്പോ ഇത് കേൾക്കുന്നുണ്ട്. കേൾക്കുമ്പോ എങ്ങനെയുണ്ട്? ഭയങ്കരമായിട്ട് എന്താ പറയാ, പണ്ട് നമുക്കൊരു കത്ത് പാട്ടുണ്ടായിരുന്നു. അത് വന്നപ്പോ ഒരു വൻ മാറ്റം ഉണ്ടായി. കാരണം പണ്ട് 5 വർഷം 6 വർഷം കഴിഞ്ഞ് ദുബായിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കുറെ പേര് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങ് പോകുന്നു പറഞ്ഞ പോലെ ഇത് ഭയങ്കരമായിട്ട്. അതിനുശേഷമാണ് ഫോൺ വിളി ഉള്ള ഒരു പാട്ട്. അതിന്റെ മറുപടി അതിനുശേഷമാണ് സെജ്ലിയും സെലീലും കൂടിയിട്ടൊരു പാട്ട് ഇതിന്റെ മറുപടി. ചതങ്ങ് കത്തിയില്ല ഡാഡിയും പാടി. അതെങ്ങനെ എല്ലാരും വന്നില്ല നാട്ടിലേക്ക്. അത് വന്നു വന്നു എന്റെ ബാബ, കൽവ് നിറയെ സ്നേഹവുമായി. അത് എത്ര വയസ്സാണ്? 4 വയസ്സിലോ 6 വയസ്സിലോ? ഓ അതിന്റെ എന്തായാലും കത്തിയില്ലെന്നല്ലേ പറഞ്ഞേ. അല്ല, ഇത് കത്തി നമ്മൾ പാടിയപ്പോഴേ എന്റെ അപ്പോഴത്തേക്ക് അല്ല, ചെല്ലി കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് പാടിയ ശേഷം ആരും കത്ത് എഴുതി നിർത്തി. എഴുതാനിരുന്നത് മടക്കി വെച്ചു. അതേതായിരുന്നു ആ പാട്ടോ? അത് ഞാൻ ഇവിടായിരുന്നു പാടി. ഞാൻ ഇവിടെ പാടിയത് ഒന്നും ഹിറ്റ് ആയിട്ടില്ല. നമുക്ക് വീണ്ടും അത് പാടണം. കേക്കണം. കത്തിതാ എഴുതിടുന്ന മുത്ത് ബാപ്പ, മക്കളെ മറുപടി തരേണം ബാപ്പ, ഇക്കുറി തരേണം ബാപ്പ. ചേടാ ആൾക്ക് നഷ്ടം, നിങ്ങൾക്ക് പാടട്ടെ. നമുക്ക് നമ്മൾ ഫസ്റ്റ് പാടി ഡു ഇറ്റ് എന്നുള്ള രീതിയിൽ. താങ്ക് യു. നീ വന്നപ്പോഴാണ് ഇതൊന്ന് കുറച്ചുകൂടി പൊക്കി പറയൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ സംഗീതം എന്ന് പറഞ്ഞാൽ കുറെ മെമ്മറീസ് ആണ്. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഷോസും കൂടി ചെയ്യുമ്പോൾ ഒരുപാട് മെമ്മറീസ് ആണ്. പക്ഷെ ഇതൊക്കെ പറയുമ്പോ എന്താ പറയാ, നമുക്ക് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് ആണ് നമ്മളിപ്പോ പാടുമ്പോഴൊക്കെ ഓർമ്മ വരാം. സ്റ്റേജുകൾ നമുക്ക് ഡെയിലി ചെയ്യുന്നത് കൊണ്ട്. പണ്ട് ഉപ്പ സ്റ്റുഡിയോ പോയി നമ്മളിരുന്ന് ഓരോ ടേക്ക് പാടിക്കുന്നതും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതും അതൊക്കെ നമുക്ക് ഇപ്പോഴും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെ. സ്റ്റുഡിയോ എക്സ്പീരിയൻസ് എല്ലാം എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഉണ്ടാവും. എല്ലാ ഇൻസ്ട്രുമെന്റ്സും ലൈവ് ആയിട്ട് വായിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ബൂത്തായിരിക്കും പാടാൻ വേണ്ടിട്ട്. ഞാൻ പാടുന്നേരം ഇവിടെ കാണാൻ പറ്റില്ല, ഇവിടെ അങ്ങേ തട്ടത്തായിരിക്കും. അങ്ങനെയൊക്കെയാണ് അല്ലെ. ഓരോ ബൂത്തിലും ഒരു വയലിൻ, തബല, എല്ലാം സെപ്പറേറ്റ്. എല്ലാം കാലം മാറുന്നതിനനുസരിച്ച് നിങ്ങൾ മാത്രം മാറുന്നില്ല, എല്ലാം മാറി വരുന്നുണ്ട്. ബാപ്പയുടെ ഏറ്റവും ഫേവറേറ്റ് സോങ് നിങ്ങൾ 4 പേരും കൂടി പാടിയിട്ടുള്ളതിൽ ഏറ്റവും ഫേവറേറ്റ് ഏതാ? ലൈല മജ്നു ഇഷ്ടം. ലൈല മജ്നു തന്നെയാണ്. ഞാൻ അതിന്റെ കമന്റുകൾ കുറെ നോക്കി. ഒരു കമന്റ് നോക്കിയപ്പോൾ കുറെ കമന്റ്, അതിൽ ചില കമന്റൊക്കെ കേട്ടി നമ്മളിങ്ങനെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയട്ടെ അതൊക്കെ, ഇപ്പൊ തന്നെ പറയുന്നില്ല, എനിക്ക് തന്നെ അസൂയ തോന്നിപ്പോയി. അതില് നമ്മുടെ നാട്ടുകാർ കുറെ പേര് അത് ഇന്നും ആ ചുവന്ന ബുള്ളറ്റിൽ വരുന്ന ആ ഗാംഭീര്യമുള്ള മനുഷ്യൻ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്, ഞങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടെന്നൊക്കെ പറഞ്ഞ്
അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാരും അടുത്ത് പറയാം കേട്ടോ. എല്ലാരും പറയും. ഇപ്പൊ പണ്ട് ഭയങ്കര താരായിരുന്നു. കോളേജൊക്കെ വിടുന്ന സമയത്ത് ബുള്ളറ്റ് എടുത്തിട്ട് ഇവരെ മടിയിലിരുത്തിട്ട് പോവാ, സ്ലീവ്ലെസ് ഒക്കെ ഇട്ടിട്ട്. രണ്ടാളും സ്ലീവ്ലെസ് ഇട്ടിട്ട് ആ ഒരു വരവ് ഭയങ്കര മുൻചായിരുന്നു ചെറുപ്പത്തില്. ഇപ്പൊ ഇവനെ കാണുമ്പോ ഉദിപ്പിന്റെ ഉദിപ്പ് ഫാമിലിയിൽ തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്. ഉദിപ്പ് എവിടെയുള്ളത്? ഉദിപ്പ് ഭയങ്കര ഭംഗിയാ കാണാന്. വെളുത്ത് ഭയങ്കര ക്യൂട്ട്, ഒരു ഇംഗ്ലീഷ് കുട്ടിനെ പോലെയാ. ഇവനെന്ന് പറയില്ല. അല്ല ഇവനാണെങ്കിൽ അധികം അങ്ങനെ കെയർ ചെയ്യാറൊന്നുമില്ല. ഇവർ രണ്ടാളെന്നെ മേക്കപ്പ് തന്നെ നമ്മൾ ആകെ പെർഫോം ചെയ്യുമ്പോ സ്റ്റേജിൽ മാത്രം, അല്ലാണ്ട് നോർമലി പുറത്തൊന്നും പോകുമ്പോ എല്ലാരും ഇപ്പൊ നോർമലി ചെയ്യുന്ന പോലെ ഇതിപ്പോ ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് നീ ഇട്ടിട്ടില്ല, ഞാൻ ഇട്ടിട്ടില്ല. ഇതാ ഇവിടെ ബ്ലഷും ഇവിടെ കുറച്ച് ഫൗണ്ടേഷൻ ഒക്കെ ഉണ്ട്. നോർമലി ഞാൻ ലിപ്സ്റ്റിക്കും കണ്ണും എഴുതാറുണ്ട് നോർമലി പുറത്തൊക്കെ പോകുമ്പോ. നോർമലി എപ്പോഴും ഷോ ചെയ്യാൻ പോകുന്നുണ്ട്. ഷോനല്ല പൊട്ടാ പറയുന്നത്. നമ്മള് പുറത്തൊക്കെ പോകുമ്പോഴേ ഞാൻ കുറച്ച് ബേബി പൗഡർ ഇടും, ലിപ്സ്റ്റിക്കോ ഇല്ല ഫൗണ്ടേഷൻ ഇടൂല, ലിപ്സ്റ്റിക്കും കൺമഷി ഫാമിലി മോഡേൺ ഫാമിലിയാണ്. ഫൗണ്ടേഷൻ ഉണ്ട്, ബ്ലഷ് ഉണ്ട്, പിന്നെ ഐ ഷാഡോസ് ഉണ്ട്. നമുക്ക് പറഞ്ഞ മനസ്സിലാവില്ല, ഇവരെ ലേഡീസ് കുറച്ച് ആൾക്കാർക്ക് സ്റ്റേജിൽ കയറാൻ പോകുന്ന ചോദിക്കും ചേച്ചി കുറച്ച് എന്തെങ്കിലും ഷൂട്ടൊക്കെ ഉള്ള സമയത്ത് മേക്കപ്പ് അതന്നെയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ സ്കിൻ കെയർ ഇപ്പൊ തീരെ ചെയ്യാറില്ല. ഇന്ന് രാവിലെ എനിക്ക് നൈറ്റിന്റെ കുറച്ച് പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കാലൊക്കെ ആട് വെച്ച് പോയി നോക്കി ചെയ്യാറുണ്ട് കേട്ടോ. ഞാനും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇവള് കണ്ടാണ്. ഇവള് റൂമിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെന്താ വെച്ചാല് വയസ്സായത് കൊണ്ട് അതൊന്ന് ചർമ്മം ഇനി നമ്മൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. അതല്ല ഇവിടെ നോക്ക് കാണും പൗഡർ പോലും ഇടാതെ 5 മിനിറ്റ് കൊണ്ട് കുളിക്കും. വേറെ കാര്യം കൂടി പറഞ്ഞു കൊടുക്കുക, പങ്ക്ച്വാലിറ്റി ഇല്ലെന്നും കൂടിയാണ് ഇതെല്ലാവരും പ്രായത്തെ കയറി പിടിക്കുന്നുണ്ട്. ഇവിടെ പ്രായം എല്ലാവരും കൊടുക്കും. ഞാൻ കൊടുക്കൂല, ഇവരൊക്കെ കൊടുക്കും. കാരണം ഇവരെ വെച്ച് ഞാൻ 4-5 വർഷം ഗ്യാപ്പ് ഉണ്ട്. പ്രായമുണ്ടല്ലോ. പേര് പറഞ്ഞ പറഞ്ഞാൽ ഇവളാണ് കൊടുക്കുക. അല്ല നമുക്ക് മ്യൂസിക്കിലേക്ക് കിടക്കാം. മ്യൂസിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഉപ്പാന്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള ആ സോങ്ങില് 4 പേരും കൂട്ടിയിട്ടൊന്ന് ബദറുൽ മുനീറിന്റെ ചേലില് ബദറൊളി ഒത്തവനാടവൻ, ബദറുൽ മുനീറിന്റെ ചേലില് ബദറൊളി ഒത്തവനാടവൻ, ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹറലയും നീന്തി പോയവൻ, ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹറലയും നീന്തി പോയവൻ, ലൈല മജ്നുവിൻ നാട്ടിലെ മൈലാഞ്ചി പൂവിട്ട കാട്ടില് ബൈത്തുകൾ മൂടുന്ന കാറ്റലേ കണ്ടുവോ നീ ആമാരനെ, ലൈല മജ്നുവിൻ നാട്ടില് മൈലാഞ്ചി പൂവിട്ട കാട്ടില്. ഞാനേ ഇതിന്റെ അടിയിൽ ഒന്നൊരു കമന്റ് വായിക്കട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കമന്റ് വായിക്കാം. ഞാൻ പറയട്ടെ. അതായത് നിങ്ങൾ 4 പേരെയും ഒരു സംശയം കൂടാതെ വിളിക്കാം ജിന്നുകൾ, സംഗീതം കൊണ്ട് മനുഷ്യ മനസ്സ് കീഴടക്കുന്ന ജിന്നുകൾ. അപ്പൊ എന്തായാലും അപ്പൊ ഇതേപോലത്തെ കമന്റുകൾ ഒരുപാട്, ഇതൊക്കെ ആൾക്കാർ മനസ്സറിഞ്ഞ് വിളിക്കുന്നതന്നെ, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ എഴുതിയിട്ട് അവർക്ക് ഒന്നും കിട്ടാനില്ല. നല്ലതല്ലാത്തതായിട്ട് കണ്ടിട്ടുണ്ടാവോ? ഞാൻ നോക്കില്ല, അത് ഞാൻ നോക്കൂല.
അതിപ്പോ എന്റെ കമന്റിന്റെ അടി എന്റെ ഇന്റർവ്യൂവിന്റെ അടിയിലൊക്കെ ചിലപ്പോൾ ഇടയ്ക്കൊക്കെ വരും. ഞാൻ നോക്കൂല നോക്കൂലടാ. അല്ല ശരിക്കും നമുക്ക് കുറേ നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ആ കമന്റ് മാത്രം ഞാൻ എടുത്ത് ഇടക്കിടക്ക് സ്റ്റോറിയൊക്കെ ഇടും. അത് നമുക്ക് മനസ്സിൽ കൊള്ളുന്ന ചെറിയ കമന്റ്സുകളൊക്കെ ഭയങ്കര രസമാണ്. പിന്നെ തെറിയൊക്കെ ഇടക്കിടക്ക് വരാറുണ്ട്. അത് നമ്മള് ഇതിന്റെ ഒരു ഭാഗമായിട്ട് കരുതിയിട്ട് മറ്റേ മാവുള്ള കേൾക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എന്താ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അതെ നമുക്ക് മുമ്പോട്ടേക്കുള്ള എനർജി ഇതൊക്കെ കിട്ടുന്ന പിന്നെ കണ്ടോണ്ടിരിക്കും പിന്നെ ഒന്നും തോന്നൂല. എപ്പോഴും കണ്ട് പരിചയം പോസിറ്റീവ്സ്. ഇതിലിപ്പോ നമുക്ക് പാട്ട് പാടുന്നു, എന്താ പറയാ പെർഫോം ചെയ്യുന്നു, എല്ലാം ഉണ്ട്. ഇതിനെ ഏറ്റവും വലിയ ഞെട്ടിച്ചത് ഒരു ഓഡിയൻസിനെ കംപ്ലീറ്റ് നിർത്തിക്കൊണ്ട് ഒരാളെ വെല്ലുവിളിച്ചില്ലേ ഈരാറ്റുപേട്ടയില്. ഞാൻ വിചാരിച്ചത് എന്തിവിടെ നടക്കുന്നേ. ആ വീഡിയോ അന്നൊക്കെ ഭയങ്കര വൈറലായിരുന്നല്ലോ. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു ഒരു 10% ആൾക്കാരായിരിക്കും അതിനെ സപ്പോർട്ട് ചെയ്ത്. മീൻസ് ആ നിൽക്കുന്ന ആളെ സപ്പോർട്ട് ചെയ്തു. ബാക്കി എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. വന്നിരുന്ന് പറഞ്ഞത് നന്നായി. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ തന്നെയാണ് മെസ്സേജ് ഇട്ടിരുന്നത്. കാരണം ഇങ്ങനെ പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞു. പെൺകുട്ടിക്ക് പൊതുവേ പറയാനും ഇതൊക്കെ കുറച്ച് പേടിയായിരിക്കും. പിന്നെ പ്രൊഫഷന് ഇത് ബാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു പേടി ഉണ്ടാവും. അങ്ങനെ പറയണമെന്നുണ്ടാവും, പക്ഷെ പറയാനുള്ള ഒരു പേടി ഉണ്ടാവും. പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മളെ കൂടെ പാടുന്നവരെന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും പറഞ്ഞാലൊക്കെ ഞാൻ സ്പോട്ടിൽ പ്രതികരിച്ചു പോകും. തെറ്റ് പറഞ്ഞാൽ മാത്രം, അല്ലാണ്ട് വെറുതെ കയറി അങ്ങനെ വഴക്കിടാനും ഇതിനൊന്നും നിൽക്കൂലല്ലോ. പിന്നെ മാത്രമല്ല ചില പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോൾ അതിന്റെ കമ്മിറ്റിക്കാരൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല റെസ്പോണ്ട് ചെയ്യുന്നത്. വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് പെരുമാറ്റം വരാറുണ്ട്. അങ്ങനെ കണ്ടാകുമ്പോഴൊക്കെ ഞാൻ കുറച്ച് പ്രതികരിക്കും. അതൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അല്ലേ ചില ഒരു നമ്മൾ ഇതിലുണ്ട് കലാകാരന്മാര് ഭയങ്കര സൗമ്യമായിട്ട് സംസാരിക്കണം. അങ്ങനെയല്ല, നമ്മളൊരു കലാകാരനുപരി നമ്മളൊരു മനുഷ്യന്മാരാണ്. അവരെന്തെങ്കിലും പറയുമ്പോൾ റിയാക്ഷൻ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സമയത്ത് റിയാക്ട് ചെയ്യണം. അത് ശരിയാണെങ്കിൽ അതിന്റെ ശരിയിൽ എൻഡ് ഓഫ് ദ ഡേ അത് ശരി എന്നുള്ള രീതിയിൽ തന്നെ വരും. ഇവിടെ അന്ന് ഇവക്ക് വേണ്ടിയിട്ടല്ല അന്ന് സംസാരിച്ചത്. കൂടെ വന്ന 2 ആർട്ടിസ്റ്റിന്റെ അടുത്ത് മോശമായി സംസാരിച്ചപ്പോ അന്ന് ഞാനും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോ അത് വേറെ രീതിയിലേക്ക് ആയിരുന്നു. പിന്നെ പെൺകുട്ടികളോട് സംസാരിക്കേണ്ട കുറച്ച് രീതികളൊക്കെ ഉണ്ടല്ലോ. അതല്ല ഒരു പെണ്ണിനോട് കാണിക്കേണ്ട ഒരു മാന്യത ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ചുകൂടെ ഒരു പിന്നെ അത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുള്ളത്. അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് ഞങ്ങൾക്കിത് സ്വാഭാവികം. ഇത് ഞങ്ങൾ ചെറുപ്പം മുതലേ കിട്ടുന്നതെന്നൊരു തോന്നിയത് ആർക്കൊക്കെ കിട്ടിയിട്ടുള്ള കയ്യിൽ നിന്ന് നമ്മളെ അടുത്തൊന്നും കളിക്കാൻ വരത്തില്ല. അൽഹംദുലില്ലാ നമ്മൾ 4 പേരുടെ ഇടയിലും അങ്ങനത്തെ ഒരു അടിയോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് നോർമലി വീട്ടിലുണ്ടാകുന്ന പണ്ടേ ഞാനും ഇവനുമാണ് കളിക്കാൻ പോലും ഇതാക്കലും. നമ്മളാണ് കമ്പനി. ഇവർ രണ്ടാളാണ് കമ്പനി. അപ്പൊ പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോക്ക് ഞാൻ ഫുൾ ആമ്പിളറുടെ കൂടി ഇവന്റെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് കമ്പനി. ക്രിക്കറ്റ് കളിക്കാൻ പോവും, ഇതിന്റെ മരത്തിന്റെ മുകളിൽ കയറും, പുളിമരത്തിന്റെ മുകളിൽ കയറും, വീണിട്ടൊക്കെ ഉണ്ട് കുറെ. അപ്പം അങ്ങനെ കല്ലെറിഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഞാനും ഇവളൊരു അടി ഉണ്ടായിട്ടുണ്ട്. എന്തോ ഒരു സാധനം എന്തോ എന്നെ ചൊറഞ്ഞതാ. ഞാൻ ചൊറിയാൻ പോകില്ല. ഇവള് ഓടി. അപ്പൊ ഞാൻ ഇവിടെ ബാക്കിൽ ഓടി. അപ്പൊ ഇത് അതിലോട്ട് ഇങ്ങനെ ഇവിടെ ഒരു ചെറിയൊരു ടാബിൾ മസലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇട്ട് കുറച്ച് മെല്ലെ പറഞ്ഞു. എനിക്ക് ചിലപ്പോ നമ്മുടെ ഭാഷ മനസ്സിലാകും. അങ്ങനെ ഒരു അടിയുണ്ട്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അടികളെ ഓർമ്മയുള്ളൂ. ഇവനായിട്ട് വലിയ അടിയൊന്നും ആയിട്ടില്ല. ഇവൻ ദേഷ്യം പിടിച്ചാലുണ്ടല്ലോ തെറി പറഞ്ഞിട്ട് ആ ഇൻസിഡന്റ് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവൻ ദേഷ്യക്കാരൻ നേരത്തെ പറഞ്ഞാ ആ തലപൊട്ടി വേറൊന്നും ഓർമ്മയില്ല. അങ്ങനെ തലപൊട്ടി തലക്കാട്ടി പറഞ്ഞ പോലെയാ ആ എടുത്ത് തലക്കടിച്ചിട്ട് ഞാൻ ചെയ്തോളൂ. അതിനെല്ലാരും കൂടി ആലോചിക്കണ് ഇതൊന്നും എനിക്ക് കൊറേ എന്തൊക്കെ സിബ്ലിങ്സ് ആകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊക്കെ വലുതാകുമ്പോ നമുക്ക് പറഞ്ഞിരിക്കാനുള്ളതൊക്കെയാണ്. തീർച്ചയായിട്ടും ഇവിടെ രണ്ടാളിപ്പോഴും അടിയാ. എന്റെ മോളും നമ്മള് രണ്ടാളും പ്രോഗ്രാം സ്ഥലത്തായിരിക്കും. ഉമ്മ വിളിച്ചിട്ട് രണ്ടാളും കൊണ്ടുപോയിക്കോന്നിട്ട് കുസൃതിയുള്ള പിള്ളേർക്ക് വലുതാകുമ്പോ വളരെ നല്ലവരാണെന്ന് പറയാം. ഇവിടെ നോക്കിട്ടാണോ
ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്. ഇനി ഒരൊറ്റ കാര്യം, ഇപ്പൊ നമ്മുടെ കണ്ടോണ്ടിരിക്കുന്ന ജാങ്കോ സ്പേസിന്റെ ഇത് കണ്ടോണ്ടിരിക്കുന്ന എല്ലാ ഓഡിയൻസിനും നിങ്ങൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ്, ഒരു സോങ് ഏതാണ്? 1 2 3 4 തങ്കക്കസവിന്റെ തട്ടത്തിനുള്ളിലൊരമ്പിളി തുണ്ടത കാണുന്നു, ചന്തം തികഞ്ഞ മണിയറ തന്നിലൻ മുഞ്ചത്തി പുഞ്ചിരി തൂകുന്നു, മുഞ്ചത്തി പുഞ്ചിരി തൂകുന്നു. പന്തലിലൊപ്പന പാട്ടിന്റെ മേളങ്ങൾ തപ്പും തകടി കേൾക്കുന്നു താളത്തിൽ, പന്തലിലൊപ്പന പാട്ടിന്റെ മേളങ്ങൾ തപ്പും തകടി കേൾക്കുന്നു താളത്തിൽ. പണ്ടേ ഞാൻ ആശിച്ചു മോഹിച്ചു കാതൊരു മണിമാരൻ ഇന്നര പോകുന്നു, മണിമാരൻ ഇന്നര പോകുന്നു. തങ്കക്കസവിന്റെ തട്ടത്തിനുള്ളിലൊരമ്പിളി തുണ്ടത കാണുന്നു, ചന്തം തികഞ്ഞ മണിയറ തന്നിലൻ മുഞ്ചത്തി പുഞ്ചിരി തൂകുന്നു, മുഞ്ചത്തി പുഞ്ചിരി തൂകുന്നു. ഓ, ഞാൻ മാത്രമേ ഉള്ളൂ കയ്യടിക്കാൻ. നിങ്ങളെ കൊണ്ട് എങ്ങനെയാ Audience കയ്യടിക്കും. അടിപൊളി. നല്ല പാട്ടല്ലേ ഇതൊക്കെ? ഇതൊക്കെ ഉപ്പന്നെ മ്യൂസിക് ചെയ്ത് ലിറിക്സ് ഒക്കെ എഴുതി. ഏത് ടൈമിൽ ചെയ്താന്ന് നോക്കണം. ഇപ്പത്തെ ജനറേഷനും കൂടി ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന കല്യാണ രീതിയിൽ വീട്ടിലൊക്കെ ഇതൊക്കെ ഇപ്പം പാടി ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വെച്ചാൽ എല്ലാരും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എന്തായാലും ചെയ്യും. ആൾക്കാരൊക്കെ കേൾക്കണം എന്ന് ആഗ്രഹമുള്ള ഇതാണ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമ്മുടെ കുറച്ച് പ്രൊജക്ടുകൾ ഉണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ നമ്മളെല്ലാരും ഈ മ്യൂസിക് ആണല്ലോ നമ്മുടെ പ്രൊഫഷനും കൂടി. അപ്പൊ എല്ലാരും ഫ്രീ ആയിട്ട് വരാം. നമ്മുടെ ഇൻകം കൂടി ഇത് മെയിൻ ഇൻകം ഇതാണ്. അപ്പൊ ഇത് നമുക്ക് ഷോസ് ഒഴിവാക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് ബ്രേക്ക് കിട്ടുന്ന സമയത്തായിരിക്കും ഇതിന്റെ ബാക്കിൽ നിന്ന് ഇരിക്കാൻ നമുക്ക്. അപ്പൊ ഇരിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അതെ, എല്ലാം വരും. ശരിക്കും വളപട്ടണം സ്കൂളില് ഉപ്പ ശങ്കരാഭരണം പാട്ട് പാടിയിട്ടാണ് ഫസ്റ്റ് പ്രൈസ് മേടിച്ചേക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് അവിടെ നിന്ന് ഓർമ്മയുണ്ട്? നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? എന്ന് പറയുന്നത് ലളിതഗാനത്തിന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഉറുദു ഗസലിന് പോരട്ടെ പോരട്ടെ, കൊറേയൊക്കെ മറന്നുപോയല്ലോ. സലീജിന് ലളിതഗാനത്തിന് ഇവരായിരുന്നു ഒരു സമയത്തിലെ ഇവര് ഒരു ചരിത്രമായിരുന്നു. എന്താ വെച്ചാല് ഒരു ആംഗളയും പെങ്ങളും മാപ്പിളപ്പാട്ടത് ലളിതഗാനത്തില്, പിന്നെ വേറെ ഉറുദു ഗസല്. ഇവര് രണ്ടാളും ഉണ്ടാവും. ഇത് ഇപ്രാവശ്യവും ജ്യേഷ്ഠനും അനുജത്തിയും ഒന്ന് അങ്ങനെ എത്രയോ വർഷങ്ങള് എല്ലാ യൂത്ത് വെസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലും സ്റ്റേറ്റിലും എപ്പോഴും പത്രത്തിൽ വരും. കണ്ടിന്യൂസ് ആയിട്ട് അന്നത്തെ ആൾക്കാരുടെ പേടി സ്വപ്നമായിരുന്നു ഇവര്. നടന്ന് വരുമ്പോ സജില വരുന്നുണ്ട്, പോയി നമ്മളൊരു പാടണ്ട, സെലീജ് വരുന്നുണ്ട് പാടണ്ട, അങ്ങനെ നടന്ന സെലീജ് ഇപ്പൊ പാടാത്ത. കീബോർഡിലേക്ക് മാറി. എന്തായാലും വിട്ടുകൊടുക്കരുത്, വീണ്ടും ഒരു വരവ് കൂടി വരുന്നുണ്ട്. അതെ, ഈ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ ഇപ്പൊ നമ്മുടെ അടുത്തുനിന്ന് പോയതിനു ശേഷം കട്ടയ്ക്ക് കൂടി വന്ന ഒരാളാണെന്നോ? പിന്നെ ഇവിടെ ഈ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പുറകിൽ നിന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. പറയുമ്പോ എന്തോ മിസ്സായിട്ടുണ്ട്. അതാ പുറകിൽ തന്നെ നിൽപ്പുണ്ട്. സ്റ്റേജിൽ പാടാൻ തുടങ്ങിയ ഫസ്റ്റ് ഡാഡി ഇവനായിരുന്നു സ്റ്റേജില്. നോട്ടുമാലകൾ എടുത്തിട്ട് വരും കൊറേ. ആ സമയത്ത് കൊറേ നോട്ടുമാലകൾ വരും. അന്ന് അതൊക്കെ എല്ലാവരെയും അവിടെ സ്പോട്ടിൽ ഷോയില് പോയാൽ ഇഷ്ടം പോലെ കിട്ടും. എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ റൂം പറ്റി എണ്ണിച്ചിരിക്കും. പക്ഷെ ഇവിടെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം കുറച്ച് അല്ല ഇവരാണ് സ്റ്റാർട്ടിങ്. പണ്ട് ഇവര് ഫ്ലൈറ്റിൽ ഞാൻ ഇപ്പൊ ലാസ്റ്റ് നമ്മള് കോഴിക്കോട് പോയപ്പോ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു, പണ്ട് ഫ്ലൈറ്റ് കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇവരെ കൂടെ പോയിട്ട് അകത്ത് അന്ന് എന്തോ ഒരു എയർപോർട്ടിൽ, കോഴിക്കോട് എയർപോർട്ടിൽ, ഇപ്പോഴും കോഴിക്കോട് എയർപോർട്ടിൽ പോകുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ വരുത്ത്. ഇവർ രണ്ടാളാണ് എപ്പോഴും ഫ്ലൈറ്റിന് പോവാ. ചെറുത് മുതലേ പോവാ. അതൊരു ഭയങ്കര ഭാഗ്യട്ടാ. കൂടെ ഉമ്മയും പോവാറുണ്ട്. അപ്പൊ നമ്മളെന്റെ ലേറ്റ് ആയിട്ട് പ്രോഗ്രാംസിനൊക്കെ പോകാൻ തുടങ്ങി. അപ്പോ ഫ്ലൈറ്റ് കാണാൻ പോകുമ്പോ ഇവരാണ് നമ്മൾ അകത്ത് കയറ്റിയിട്ട് ദൂരത്ത് കാണിച്ചിട്ടുണ്ട്. അതാണ് കണ്ടില്ലേ? ഞാനാണ് വിളിക്കറ് വാ പ്രോഗ്രാം. അന്ന് തിരിച്ചു വന്ന് നിങ്ങൾ തമ്മിൽ പറയാറുണ്ട്, നമ്മളെന്താ തവിട് കൊടുത്ത് മേടിച്ചോ?
മനസ്സിലായോ? ആ ഇവളെപ്പോഴും ഊട്ടി നിൽക്കിയാൽ മതി. ലാസ്റ്റ് നമുക്ക് കുട്ടികളെ വേണമെന്ന് തോന്നിയപ്പോ ഊട്ടിന്ന് എടുത്തതാണ് ഇവളെ. ഊട്ടിയിൽ ഏതോ കുതിരക്കാരന്റെ ഊട്ടിയിൽ പണ്ട് പോകുമ്പില്ലേ ഈ ലോക്കൽ ഈ കവറൊക്കെ എടുത്തു വന്ന് ഇവർക്കും ഇതാ പിന്നെ സ്റ്റാൻഡ് വലിയൊരു കവറിലായിരിക്കും വലിയൊരു കവർ ഉണ്ടാവും. പിന്നെ ബാനർ ഉണ്ടാവും ബാക്കിൽ പിൻ ചെയ്യാനുള്ള. പിന്നെ ഫ്ലാസ്ക്, ഡാഡിക്ക് ചൂടുവെള്ളം ഇതൊക്കെ നിർബന്ധമാണ്. പിന്നെ ഡയറി വെക്കുന്ന പെട്ടി. രണ്ടുപേരും മുന്നിലെടുക്കും, ഞാനും ചെല്ലി നമ്മളെ ഉരുണ്ടിട്ട് വലിയ അത് മറ്റേ ഇതിലിങ്ങനെ വെച്ച് വെച്ച് ബാനർ. ഇവരൊക്കെ നല്ല കല്യാണ വീട്ടിൽ നമ്മളധികം പ്രോഗ്രാം ചെയ്യാം. ഇവരെ വേഗം പറ്റി ചെയർ എടുത്തിട്ട് ഇരിക്കും. ഞാൻ മറ്റേ പിന്നൊക്കെ എടുത്ത് ബാക്കില് ചെയറിനെ അവർ കേറിയിട്ട് മൊത്തം കെട്ടി വെക്കും. ആരെങ്കിലും പറഞ്ഞിട്ടാ അവരൊക്കെ വരാറായി വേഗം പണിക്കാരാ ചെല്ലി പോയിട്ട് നീ അത് കെട്ടി ഇതെടുത്ത് വെക്ക്. ഇവരോടൊന്നും പറയില്ല. ഇവരാണല്ലോ വിളിച്ചില്ലല്ലോ പാപ്പൊക്കെ പാടി മറ്റേ താരമാണല്ലോ. നമ്മളിന്ന ഒന്നുമില്ലല്ലോ. സത്യം പറഞ്ഞു ഒന്ന് ചോദിച്ചാ കേട്ടാ കുതിരക്കാരന്റെ എടുത്തോണ്ട് ഓടിയതാണ്. പാവല്ലേ. പക്ഷെ ഇപ്പൊ പകരം വിട്ടലുണ്ട്, ഇപ്പൊ എടുപ്പിക്കലുണ്ട്. ഒന്ന് എടുത്ത് എടുക്കലുണ്ട്, എന്താന്ന് അറിയില്ല. കൊറേ കാലം നമ്മള് പെട്ടി ചോന്നല്ലേ. ഇനി ഇരിക്കട്ടെ, വിഷമിക്കേണ്ടത്. ആ പെട്ടി ഇപ്പോഴും ഉണ്ട് കേട്ടാ. പെട്ടിയും ആ ഡയറിയും ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട്. എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കുമ്പോ ആലോചിക്കും ഉപ്പാന്റെ കുറെ ഡയറി എന്നൊക്കെ വെച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തെ എഴുതി വെച്ച്. ഉപ്പ പണ്ട് പറഞ്ഞിട്ടുണ്ട്, പണ്ട് പാട്ടുകൾ പഠിച്ചത് എങ്ങനെയാ വെച്ചാൽ ഉപ്പാന്റെ വീട്ടിന്റെ തറവാട്ടിന് തൊട്ടപ്പുറത്ത് തിയേറ്റർ ഉണ്ട്. പാട്ടുകൾ പഠിക്കണമെങ്കിൽ ഡയറി എടുത്ത് പോയിട്ട് ഒരു സിനിമ പുറത്ത് കേൾക്കുമല്ലോ, ആ സിനിമ മൊത്തം ഇരുന്നിട്ട് അവിടുന്ന് പാട്ടിന്റെ ആ ഒരു സെക്ഷൻ വരുമല്ലോ, അപ്പൊ ഇരുന്നിട്ട് എഴുതും. എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് ഷോക്ക് വരും. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, അടുത്ത ലിറിക്സ് വരും, അതിങ്ങനെ എഴുതും. അങ്ങനെയാണ് പാട്ടുകൾ പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് വേറെ ഓപ്ഷൻ ഇല്ല പഠിക്കാൻ. പിന്നെ ടേപ്പ് റെക്കോർഡ് വാങ്ങിച്ചു കൊടുത്തത് നമ്മുടെ ഡിസ്കോ റഷീദ് അല്ലെ, ഇവിടുത്തെ ഡാഡിക്ക് പണ്ടൊരു അങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ചു കൊടുത്തത് ഉപ്പാന്റെ ഒരു ഫ്രണ്ട്. അങ്ങനെ പിന്നെ പാട്ടുകള് പറഞ്ഞ കുറച്ച് ഓർമ്മകൾ ഉണ്ടായിരുന്നു. ഓ കൊറേ ഒരുപാട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തില് ഭയങ്കര ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെ നമ്മള് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും വാപ്പിച്ചാണ് ഏറ്റവും അല്ല ഉമ്മ എങ്ങനെ സഹിച്ചിരുന്നാലും ഇല്ലില്ല, അങ്ങനെയല്ല പറഞ്ഞത്. നമുക്ക് ഒരു സ്റ്റേജിൽ നമുക്ക് ചാൻസ് തരുമോന്ന് ചോദിച്ചിട്ടുണ്ടോ ഡാഡിന്റെ ആ സമയത്ത്? പക്ഷേ ഡാഡി കുറെ നമുക്ക് വേണ്ടിട്ട് കുറെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പണ്ട് ദുബായിൽ പ്രോഗ്രാം വരുമ്പോ ഞാനും എന്റെ മക്കളുണ്ടെങ്കിൽ മാത്രമേ പ്രോഗ്രാമിന് വരൂ എന്ന് പറയും. അത് എത്തിക്കാൻ വേണ്ടിട്ട്. പക്ഷെ അന്ന് ഉപ്പാക്ക് വേണമെങ്കിൽ ഒറ്റക്ക് പോയിട്ട് കുറെ പ്രോഗ്രാംസ് ചെയ്യായിരുന്നു. അതിന്റെ റിസൾട്ടാണ് നമുക്കിപ്പോ ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്നത്. മനസ്സിലിപ്പ ഞങ്ങളെ പാടാനും ഇവരെ ചോക്കാനും ഓ അങ്ങനെ അതാണ് ഉപ്പ അല്ലെ, അതാണ് ഉപ്പ. നമുക്ക് നമ്മളെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട്, നമ്മളെ ഇതിന്റെ ബാക്കിൽ കുറെ കഷ്ടപ്പെട്ട കഥകൾ എല്ലാവർക്കും അറിയാവുന്നത് ഭയങ്കര ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആണ്. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. ഡാഡി വെറുതെ ഇരിക്കാൻ വിടുകയില്ല. നമ്മളെ സ്കൂളൊക്കെ കഴിഞ്ഞാൽ കിട്ടുന്ന ടൈമിൽ പോയിട്ട് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിരിക്കണം, ഡാൻസ് പഠിക്കണം, പാട്ട് പഠിക്കണം, എല്ലാത്തിനും ഒരുമിച്ചാ പോവാന്. പാട്ട് പഠിക്കാന്, ഡാൻസ് പഠിക്കാന്, ഇൻസ്ട്രുമെന്റ്സ് പഠിക്കാൻ. ഇവൻ കീബോർഡ് പഠിക്കും, ഞാൻ ഗിറ്റാർ പഠിക്കും, അതിന്റെ ഇടയിൽ തബല അങ്ങനത്തെ ഇതൊക്കെ എല്ലാം കവർ ചെയ്യും. എല്ലാത്തിനും ഡാഡി അതിന്റെ വല്ല അഹങ്കാരം ഇവിടെ വരും, ഇവൻ കളിക്കാൻ പോകും. പണ്ടേ എല്ലാത്തിനും ഒരുമിച്ചിട്ടാ പഠിക്കാൻ പോകാനും സ്കൂളിലും ട്യൂഷന് പോകുമ്പോഴും അങ്ങനെ തന്നെയാ. ഒരൊറ്റ കാര്യം, പഠിപ്പിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വരാൻ പോവാണ്. അതിന് മുമ്പ് നമുക്ക് ചെറിയൊരു പാട്ട് പാടാം. നമ്മളൊരു ഗ്യാപ്പായി ഒരു സിനിമ പാട്ട് പാടാം. 1 2 3 4. കല്യാണ കച്ചേരി പാടാമിടി, കച്ചേരി കാലാനും പോരുന്നോടി, ഓരുമ്പപ്പൂ കൊമ്പത്താടുന്നോടി, അമ്പാട്ടെ തമ്പ്രാടെ കുഞ്ഞാകിളി,
വെയിലേ വെയിലേ വെറുതെ തരുമോ നിറനാഴിയിൽ നിറകെ പൊന്ന് ഓ കല്യാണ കച്ചേരി പാടാമെടി കച്ചേരിക്കാരാനും പോരും ആഹാ, അടിപൊളി. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് വേറെ ഇന്റർവ്യൂല് പാടിയിട്ടില്ലേ പാട്ട്? ഇല്ല. നമ്മള് ഇപ്പൊ പാടി നോക്കുന്നത് നമ്മളിത് പാടാത്ത പാട്ടാണ്. നന്നായി. രസമുണ്ടല്ലേ അടുത്ത സ്റ്റേജിൽ നമ്മൾ ഇത് പാടാം. പാടോടാ, നല്ല രസമുണ്ട് അല്ലേ ആകാശേ? പിന്നല്ല ആകാശം അറിയില്ല അപ്പുറത്തേക്കില്ല.